നമ്മൾ പേപ്പർ സോപ്പ് ഇടാനായിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കിയില്ലേ, ഇന്നൊരു പെൻസിൽ പൗച്ച് ആയാലോ, സിമ്പിളായിട്ട് A4 ഷീറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു A4 ഷീറ്റ് എടുക്കുക, ഇഷ്ടമുള്ള പാറ്റേൺസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒരു സിമ്പിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വേറെ ഉദ്ദേശം കൂടി ഉണ്ട്. പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു സെലോ ടേപ്പ് എടുക്കുക, A4 ഷീറ്റ് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതാണ് ടാസ്ക്, കാരണം ബബിൾസ് വരാതെ ഇതൊന്ന് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കണം. ഞാനാണ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും അച്ചാലും മുച്ചാലും ബബിൾസ് ആയിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അതൊന്ന് ഒട്ടിച്ചെടുത്തു. അതൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി സിമ്പിളാണ്. ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ല തിക്നെസ് ഫീൽ ചെയ്യും, നല്ല കട്ടിയുള്ളൊരു പേപ്പർ കിട്ടും. എന്നിട്ട് ഈ കാണുന്ന പോലെ പൗച്ചിന്റെ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാക്കാണ്. ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. ക്ലോത്ത് വെച്ചിട്ടൊക്കെ പൗച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പേപ്പർ വെച്ചിട്ട് ഒരു പെൻസിൽ പൗച്ച് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഫോൾഡിങ്ങും കട്ടിങ്ങും വെട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇവനെ നമുക്കൊന്ന് ക്യൂട്ട് ആക്കണ്ടേ. അപ്പോൾ അതിനാണ് ഈ സാധനം. ഇവനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ കൊടുത്തത്. ഈ സാധനം കൈ കിട്ടിയപ്പോൾ തൊട്ട് എവിടെ ഇതൊന്ന് യൂസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒട്ടിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മുടെ വാഷി ടേപ്പ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പൗച്ച് ക്ലോസ് ചെയ്യാനായിട്ടൊരു സംഭവം വേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളടോ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പേപ്പർ പൗച്ച് സക്സസ് ആണ്. ഇഷ്ടമുള്ള കളർ പെൻസിലും സ്കെച്ച് പെൻസിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൗച്ചിൻ്റെ ഒരു ട്വിൻ ബ്രദർ കൂടി ഉണ്ട്. കാരണം ആദ്യം ഉണ്ടാക്കിയത് ഫോട്ടോ പിടിക്കാൻ മറന്നുപോയടോ, അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടെ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ.